ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാണയത്തുട്ടുകളോ പണമോ വഴിയരികിൽ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ടോ? ചിലർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടാവും, എന്നാൽ ചിലരെങ്കിലും ഇതുപോലെ അങ്ങനെ കണ്ടിട്ടും എടുക്കാതെ പോയ ആൾക്കാരും ഉണ്ടാവും. പലർക്കും സംശയമാണ്, ഇങ്ങനെ നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ പണം വഴിയരികിൽ കണ്ടാൽ എടുക്കാൻ പാടുണ്ടോ? എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് പലർക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നാണയങ്ങൾ വീണ് കിട്ടുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ് കിട്ടുന്നത്? വഴിയരികിൽ നിന്ന് ഒരു പണം ലഭിക്കുക എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ചിലരെങ്കിലും അതിനെ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ നമുക്ക് വഴിയരികിൽ നിന്ന് പണം ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ചില സൂചനകള്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിലേക്കുള്ള സൂചനകളാണ് കാട്ടിത്തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വഴിയരികിൽ നിന്ന് ഒരു നാണയത്തുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പണം വേണ്ടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ? എന്നാൽ വഴിയരികില് ഒരു നാണയമോ അല്ലെങ്കിൽ നോട്ടോ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കും, അത് എടുക്കണോ വേണ്ടയോ? എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരുമോ? അങ്ങനെ എടുക്കുന്നത് വഴി എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിലരെങ്കിലും ആ ഒരു നാണയത്തുട്ടോ നോട്ടോ തൊടാൻ പോലും മടിക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില ആൾക്കാർ അതെടുത്ത് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ചിലരാവട്ടെ അതെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കും. മറ്റു ചിലർ ആ കാശ് ആവശ്യമുള്ളവർക്ക് നൽകും, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ ഈ റോട്ടിൽ നിന്നൊക്കെ വീണ് കിട്ടുന്ന ആ ഒരു പണം എന്ന് പറയുന്നത് നമുക്ക് ശുഭമാണോ അശുഭമാണോ? പലരും പേടിക്കുന്ന ഒരു കാര്യം ഇതൊരു അശുഭ ലക്ഷണമായിട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പണം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് നമുക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ഫലങ്ങളെ കുറിച്ച്, അതായത് ദോഷഫലങ്ങളെ കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത്. ഇന്ന് എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. നമ്മൾ ആ ഒരു രൂപയുടെ നാണയം കണ്ട് ആ ഒരു രൂപയുടെ നാണയം എടുത്ത് വീട്ടിൽ വരുന്നു, പിന്നീട് അങ്ങോട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പലതര പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരിക്കും അല്ലെ? ഒരു രൂപ നാണയത്തിന് വേണ്ടി ജീവിതത്തിലുള്ള എല്ലാ സുഖവും സന്തോഷവും ആ ഒരു കോയിൻ എടുത്ത് വീട്ടിലേക്ക് വരുന്നതിലൂടെ ഇല്ലാതാകും എന്നുള്ളതായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്നത്. എന്നാല് റോഡിൽ വീണ് കിടക്കുന്ന ഒരു നാണയം നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ പണം നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഭാഗ്യവാനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭാഗ്യവതി ആയതുകൊണ്ടാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു നാണയം റോഡിൽ നിന്നും ലഭിക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ റോഡിൽ നിന്ന് പണമോ നാണയമോ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങനെ ഒരു കാര്യം പതിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ നാണയം അല്ലെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾ എടുത്തിരിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാർ ഈ നാണയം എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദാനമായിട്ട് നൽകും. എന്നാൽ ഇതൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അനുഗ്രഹം തേടി വന്ന ആ ഒരു നാണയത്തെ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തില് പൂർണ്ണ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും നിങ്ങൾക്ക് വിജയം നൽകുകയും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യും. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ റോഡിൽ വീണ് കിടക്കുന്ന നാണയങ്ങൾ കിട്ടുന്നത് ഒരു പുതിയ തുടക്കവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ നാണയത്തുട്ടുകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇറങ്ങിത്തിരിച്ച കാര്യത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നാണയം ഇതുപോലെ വീണ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ വളരെ പെട്ടെന്ന് ലഭിക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാം. ഇനി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു പണം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത്.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലം വരാൻ പോകുന്നതിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ടാണ് ഇങ്ങനെ നമുക്ക് പണം വീണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വഴിയരികിൽ നിന്ന് നാണയമോ പണമോ ലഭിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാതെ മുഖം തിരിച്ചു പോവാനായിട്ട് പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ്. നമ്മൾ ഈ ലക്ഷണശാസ്ത്രമൊക്കെ പറയാറില്ലേ, നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, നമുക്ക് ദോഷം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് പ്രകൃതി കാട്ടിത്തരുന്ന ചില സൂചനകൾ, അതുപോലെ തന്നെ ഭഗവാനായിട്ട് കൊണ്ടുതരുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെയും. അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതുവരെ നിങ്ങൾ അങ്ങനെ നാണയങ്ങൾ കണ്ടു, പണം കണ്ടു, എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ കാണുന്ന സമയത്ത് നിർബന്ധമായിട്ടും അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ പണം ചിലവാക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവി നേരിട്ട് തന്ന പണമാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അത് കയ്യിൽ തന്നെ എക്കാലവും സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാവും. ദേവി കൊണ്ടുതന്ന ആ ഒരു രൂപ നാണയം അല്ലെങ്കിൽ ആ ഒരു പണം നിങ്ങൾ ശരിയായ രീതിയിൽ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉയർന്നു വരും. ഈ ഒരു പണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കാം. ധനവരവുണ്ടാകാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ലഭിക്കില്ല അല്ലെ, എന്നിരുന്നാലും ചിലർക്കെങ്കിലും ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. ചിലരെങ്കിലും അറിയാതെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അത് ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ഒരു പണം ചിലവാക്കേണ്ടി വന്നാൽ പോലും നല്ല കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും മോശമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ദുശീലങ്ങളുടെ ഭാഗമായിട്ടോ ഒന്നും തന്നെ ആ ഒരു പണം ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയിലേക്ക് നയിക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയായിരിക്കും ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയെങ്കിലും വഴിയരികിൽ വെച്ചിട്ട് ഇതുപോലെ പണം ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പണം എടുക്കുക. അതോടൊപ്പം അത് പേഴ്സിൽ നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ചില ഘട്ടങ്ങളിൽ ഈശ്വരൻ തന്നെ നമുക്ക് നല്ല നല്ല ലക്ഷണങ്ങൾ കാട്ടിത്തരും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറാൻ പോവുകയാണ് എന്നുള്ളതിന്റെ. അതുപോലെ ഒരു ലക്ഷണം തന്നെയാണ് ഇതും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വഴിയരികിൽ നിന്ന് പണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.